പണ്ടത്തെ വിപ്ലവ യുദ്ധകാലത്ത് പടയാളികൾ ഉപയോഗിച്ചിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ട്രസ്റ്റ് ഗോഡ് ബട്ട് കീപ് യുവർ പൗഡർ ഡ്രൈ. എന്ന് വെച്ചാൽ ഓൾവേസ് ബി പ്രിപ്പയർഡ് ടു ടേക്ക് ആക്ഷൻസ് യുവർ സെൽഫ് ഇഫ് നെസസറി. ആവശ്യമെങ്കിൽ സ്വയം നടപടിയെടുക്കാൻ എപ്പോഴും തയ്യാറാകുക. ദൈവത്തിൽ ആശ്രയിക്കുക, എന്നാൽ ആവശ്യമുള്ളപ്പോൾ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വെടിമരുന്ന് ഉണക്കി സൂക്ഷിക്കുക എന്നാണ് ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. ഈ മുദ്രാവാക്യവും നമ്മുടെ ക്രിസ്തീയ ജീവിതവും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ: പ്ലേസ് അവർ ലൈഫ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ് ബട്ട് സ്റ്റേ അറ്റ് ദി റെഡി. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിക്കുക, എന്നാൽ തയ്യാറായിരിക്കുക. നമുക്കാവശ്യമുള്ള ശക്തിയും കൃപയും കർത്താവിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം തയ്യാറെടുക്കുവാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യണം. എന്നാൽ കർത്താവാണ് നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തുന്നത്. വിശ്വാസത്തിൻ്റെ നടപ്പ് എന്ന് വെച്ചാൽ കണ്ണുമടച്ച് ഇരുട്ടിലേക്ക് ചാടുക എന്നല്ല. നമ്മുടെ വിശ്വാസയാത്രയ്ക്ക് എ കെയർഫുൾ പ്ലാനിങ്, സൂക്ഷ്മമായ ആസൂത്രണമുണ്ടായിരിക്കണം. ദൈവമാണ് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നതെന്നും അവനാണ് നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തുന്നതെന്നും നാം വിശ്വസിക്കുമ്പോൾ തന്നെ അടുത്ത ചുവട്ടടി എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും ഏത് ആജ്ഞയാണ് ഇനിയും അനുസരിക്കേണ്ടതെന്നും സൂക്ഷ്മതയോടെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാം ഒരു വാഹനം ഓടിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനത്തിനായി അവനിൽ നാം ആശ്രയിക്കുന്നു. എന്നാൽ നാം സൂക്ഷിക്കേണ്ടിയതും പാലിക്കേണ്ടിയതുമായ ട്രാഫിക് നിയമങ്ങളുണ്ട്. അതിനെ മറികടക്കുമ്പോൾ നാം അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. ദൈവം അതിന് ഉത്തരവാദിയല്ല. 100 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റുള്ള ഒരു റോഡിൽ 120 കിലോമീറ്റർ വേഗത്തിൽ നാം വണ്ടി ഓടിച്ചാൽ ദൈവം ഒരുപക്ഷെ നമ്മിൽ നിന്നും 20 കിലോമീറ്റർ പിറകിലായിരിക്കും ഉണ്ടായിരിക്കുക. ക്രിസ്തീയ ജീവിതവും ഇതിനോട് തുല്യമാണ്. ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, എന്നെ സൂക്ഷിക്കണമേ എന്നും പറഞ്ഞ് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ നമുക്ക് ആവശ്യം സ്വർഗീയ ജ്ഞാനമാണ്. വിസ്ഡം സേസ് ഡു ഓൾ യു ക്യാൻ, ദെൻ ട്രസ്റ്റ് ഗോഡ് ടു ഡു വാട്ട് യു കനോട്ട് ഡു. ജ്ഞാനം പറയുന്നത് നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുവാൻ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ വിശ്വാസവും സൂക്ഷ്മമായ ആസൂത്രണവും കൈകോർത്തു കൊണ്ടു പോകേണ്ടുന്നതത്രേ. ജ്ഞാനത്തോടെ നാം പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ലോർഡ് ഡയറക്ട്സ് അവർ സ്റ്റെപ്സ്. കർത്താവ് നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.